എല്ലാവരും ജീവിതം പ്ലാൻ ചെയ്യുന്നു. പക്ഷേ ജീവിതം നമ്മളെ പ്ലാൻ ചെയ്യുന്നു എന്ന് എത്ര പേർക്കറിയാം? ഒരു ദിവസം രാത്രി ഞാൻ വളരെ വൈകി വീട്ടിലേക്ക് പോകുമ്പോൾ ബസ്സൊന്നും കിട്ടാനില്ല. അവസാനത്തെ ബസ്സും പോയി. അന്ന് ഞാനൊരു ഓട്ടോക്കാരനെ കൈ കാണിച്ചിട്ട് ആ ഓട്ടോയിൽ കയറി. ആ ഓട്ടോക്കാരൻ വളരെയധികം സംസാരിക്കുന്ന ഒരാളായിരുന്നു. അയാൾ അങ്ങനെ സംസാരിച്ചു തുടങ്ങി. അയാളുടെ ഡിവേഴ്സ്, അയാൾ ആരായിരുന്നു, ഒരു ഷിപ്പിലെ വലിയ ഉദ്യോഗസ്ഥനായിരുന്നു, ലക്ഷങ്ങൾ മാസം തന്നെ സാലറി ഉള്ള ഒരു വലിയ വ്യക്തിയായിരുന്നു, വലിയ വീട്ടിൽ നിന്ന് വിവാഹം കഴിച്ചു, ഡിവോഴ്സായി, കുട്ടിയും അവരുടെ കൂടെ പോയി, അതിനുശേഷം എല്ലാം ഉപേക്ഷിച്ച് നാട്ടുകാരുടെയൊക്കെ ഇടയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ആരുമില്ലാതെ അനാഥനായിട്ട് ഒരു ഓട്ടോ ഓടിച്ചിട്ട് നടക്കുന്ന ഒരു അവസ്ഥയാണിപ്പോൾ എന്നൊക്കെ പറഞ്ഞിട്ട് അയാളുടെ ലൈഫ് അങ്ങനെ പറയാൻ തുടങ്ങി. അയാളുടെ കഥ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. എനിക്കാണെങ്കിൽ ഒരുപാട് ദൂരം പോകാനുള്ളതുകൊണ്ട് അയാളുടെ നീണ്ട കഥ തന്നെ ഞാനിങ്ങനെ കേട്ടുകൊണ്ടിരുന്നു. ഫുള്ളി നെഗറ്റീവ് പ്ലാനാണ്. അഥവാ അയാളുടെ ഒരു ലൈഫ് സ്പോയിലായി, ഇനി ഞാൻ ഒരിക്കലും വളരില്ല, ഇനി ഇങ്ങനെയൊക്കെയാണ് എൻ്റെ പ്ലാൻ, ഇങ്ങനെ മരിച്ചു പോകണം. അതിനിടയ്ക്ക് തന്നെ അയാൾ വളരെ ഇമോഷണലായിട്ട് അയാളെ കുട്ടീനെ കാണാൻ പോകുന്നതും, അവളുടെ വീടിൻ്റെ ഗേറ്റിൽ നിന്നിട്ട് ആ കുട്ടീനെ നോക്കുന്നതും, കുട്ടി ഗേറ്റിൻ്റെ അടുക്കിലേക്ക് വരും, ഞാൻ അവിടെ കുട്ടിയോട് സംസാരിക്കും, മുട്ടായി കൊണ്ടുകൊടുക്കും, എന്നിട്ട് തിരികെ പോരും. ഈ ഡിവോഴ്സായ ഭാര്യ മറ്റൊരാളുമായിട്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ അങ്ങനെ ഒരുപാട്. അപ്പോൾ അതിൻ്റെ ഇടയിൽ അയാൾ കൂടുതൽ സങ്കടപ്പെട്ടിട്ടൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെയൊക്കെ അയാൾ ഒരുപാട് യാത്ര ദൂരെ പോയി കഴിഞ്ഞതിന് ശേഷം ഈ വണ്ടി നിർത്തി, എനിക്ക് എൻ്റെ എത്തേണ്ട സ്ഥലത്ത് ഈ വാഹനം നിർത്തി. രാത്രിയായിരുന്നു. ഞാൻ പൈസ എടുത്തു കൊടുത്ത് എനിക്കും വീട്ടിലേക്ക് എത്താൻ വളരെയധികം വൈകിക്കുന്നു. എങ്കിലും ഞാൻ പൈസ എടുത്തു കൊടുക്കുമ്പോൾ അയാൾ എന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടായ അധികാരം ഞാൻ സംസാരിച്ചത്, എനിക്കൊരാളെ സംസാരിക്കാൻ ഇട്ടേപ്പോൾ അങ്ങനെ പറഞ്ഞു എന്നുള്ളൂ എന്ന് പറഞ്ഞു. പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുമ്പോൾ ഞാൻ അയാളോട് മുഖത്ത് നോക്കിയിട്ട് ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങൾ ഈ പറഞ്ഞ കഥയിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്തതായിരുന്നു എന്ന്? ഇല്ല എന്ന് അയാൾ ഒറ്റയടിക്ക് എന്നോട് മറുപടി പറഞ്ഞു. ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെയോ, ഞാൻ പ്ലാൻ ചെയ്തൊന്നുമല്ല എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ അയാളോട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇനിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല സംഭവിക്കാൻ പോകുന്നത്. എന്നിട്ട് ഞാൻ അയാളോട് പറഞ്ഞു, നമ്മൾ ജീവിതത്തിൽ പ്ലാനുകളൊന്നും ചെയ്യാതെ ശുഭപ്രതീക്ഷയിൽ അങ്ങ് ജീവിച്ചു നോക്കൂ, എല്ലാം ശരിയാവുമെന്ന് വിചാരിച്ച്. കാരണം ഇത്രയും കാലവും നമ്മൾ പ്ലാൻ ചെയ്തതെല്ലാം നടക്കുന്നു എന്ന ബോധം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ നിങ്ങൾ അനുഭവിച്ചല്ലോ. ഇനിയും വെറുതെ എന്തിനാണ് പ്ലാൻ ചെയ്ത് ഞാൻ അങ്ങനെയാണെങ്കിൽ ജീവിക്കാൻ പോകണം, ഇങ്ങനെയാണ് ജീവിക്കാൻ പോകണമെന്ന് പ്ലാൻ ചെയ്യുന്നത് എന്തിനാണ്? നല്ലത് വരും എന്ന് വിചാരിച്ച് മുന്നോട്ടാണ് ജീവിച്ചു പോയാൽ പോരെ. പ്ലാനിങ്ങുകളൊന്നും ഇല്ലാതെ ഏത് പരാജയപ്പെട്ടവനും സാധിക്കുന്ന ഒരു കാര്യമാണിത്. ഈ വീഡിയോ കാണുന്നവരോടും ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്ലാൻ ചെയ്ത എത്ര ശതമാനം കാര്യം കൃത്യമായി ഇത്രയും കാലം നടന്നു?